മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുത്സവത്തിലേക്ക് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ഒരു പുതിയ എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. വെൽക്കം ടു വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് പ്രസൻസ് അമൃത് ഹെയർ എലിക്സ് ഓഫ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 co-powered by മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, KSFE ഹാപ്പി പീനട്ട് ബട്ടർ ആൻഡ് ജോസ് ആലൂക്കാസ്. നമ്മൾ ഇന്ന് വേഗം തുടങ്ങാൻ പോവാണ്. കാരണം ഇന്ന് നമ്മുടെ പ്രേക്ഷകരെ കാത്ത് ഒരുപാട് നല്ല നല്ല പാട്ടുകളാണ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പാട്ടുകൾ മാത്രമല്ല, കുട്ടി പാട്ടുകാരും ഇങ്ങനെ സ്റ്റേജിൽ കയറാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഒത്തിരി വിശേഷങ്ങളാണ് അവർക്ക് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തും നമ്മുടെ ജഡ്ജസിന്റെ അടുത്തും ഒക്കെ പറയാനുള്ളത്. പാട്ടുകളൊക്കെ കേൾക്കുന്നതിന് മുന്നേ കുട്ടി പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യണം. സോ ലെറ്റ്സ് വെൽക്കം മധു അങ്കിൾ, നിത്യ ചേച്ചി ആൻഡ് MJ അങ്കിൾ. വെൽക്കം. നിത്യ ചേച്ചി, എന്തോ നമുക്ക് ഇവിടെ ഒരു അമ്മുക്കുട്ടിയുണ്ട്. അമ്മുക്കുട്ടി എന്നാ ഞങ്ങള് വിളിക്കുന്നേ. ദ്വിതിക്കുട്ടി എന്ന ശരിക്കും പേര്. അപ്പോ അമ്മുക്കുട്ടി എന്ന് വിളിക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചോദിച്ചാലും, എത്ര നീളൻ ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിനിപ്പോ ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ആൻസർ ആണെങ്കിലും പുള്ളിക്കാരത്തി ആയിരിക്കും, ഇങ്ങനെ കുറച്ച് വാക്കുകളുണ്ട്, അത് മാത്രമേ പറയൂ. അതുകൊണ്ടാണ് നമ്മൾ അമ്മുക്കുട്ടി എന്ന് വിളിക്കുന്നത്. വന്ന സമയം തൊട്ടേ നമ്മൾ അമ്മുക്കുട്ടി എന്നാണ്. എനിക്കൊന്ന് MJ അങ്കിളാണോ ആ പേരിട്ടത്? എല്ലാരും കൂടെ ഇട്ട പേരാണെന്ന് തോന്നുന്നു അമ്മുക്കുട്ടി. ഇപ്പൊ പക്ഷെ അത് ഫേമസ് ആയി. ദ്വിതിക്കുട്ടി ഒന്നും ആർക്കും അറിഞ്ഞൂടെ, ഇപ്പൊ എല്ലാരും അമ്മുക്കുട്ടി എന്നാ വിളിക്കുക. അമ്മുക്കുട്ടി. യെസ്. അപ്പൊ നമ്മുടെ അമ്മുക്കുട്ടിയാണ് പാടാൻ എത്തുന്നത്. സോ ലെറ്റ്സ് വെൽക്കം അമ്മുക്കുട്ടി, ദ്വിതിക്കുട്ടി ഓൺ സ്റ്റേജ്. ഓ ഹായ്. എല്ലാരും ചെക്ക് ചെയ്യും, നീ ലൈറ്റ് ഒക്കെ കത്തുന്നുണ്ടോ, പൂക്കുറ്റിയൊക്കെ മര്യാദക്ക് വരുന്നുണ്ടോ. ഇന്ന് നല്ല ചിരിച്ച വരുന്നത്. എന്താന്നറിയാമോ, ഇന്നെന്തോ സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ. ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ആരാ അത്? എന്റെ സ്കൂളിലെ ടീച്ചർമാര് വന്നിട്ടുണ്ട്. ഹായ് ടീച്ചർമാരെ. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ടോപ്പ് സിംഗർ. ഹലോ, എല്ലാവർക്കും സ്വാഗതം. വളരെയധികം സന്തോഷം. നമ്മുടെ കുഞ്ഞിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ, സപ്പോർട്ട് ചെയ്യുന്നതല്ലേ, അപ്പൊ അതുകൊണ്ട് നമ്മുടെയും സ്നേഹം അറിയിക്കുകയാണ് ഈ സമയത്ത്. ടീച്ചർമാരുടെ പേരൊന്ന് പറയോ? വിജിത്ത് എന്നാണ് എന്റെ പേര്. ഓക്കെ. 4ാം ക്ലാസ്സിലെ അധ്യാപകനാണ്. സാർ ഏത് സബ്ജക്റ്റാ പഠിപ്പിക്കുന്നേ? എല്ലാ വിഷയവും എല്ലാം പഠിപ്പിക്കണം. 4ാം ക്ലാസ്. ഓക്കെ ഓക്കെ. ചെറിയ ആള് ടീച്ചറാണോ? അല്ല, ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. എന്നാ കുഞ്ഞിന്റെ പേര്? സംഘമിത്ര. സംഘമിത്ര. ടീച്ചറുടെ പേര്? ഞാൻ രനീത. ഓക്കെ. 2ാം ക്ലാസ്സിലെ ടീച്ചറാണ്, ദിദിയുടെ. ഓക്കെ ഓക്കെ. അടുത്ത ടീച്ചർ? എന്റെ പേര് ദീപ, ദിദിയുടെ ക്ലാസ് ടീച്ചറാണ്. ഓ, എങ്ങനെയുണ്ട് ദ്വിതിക്കുട്ടി? ക്ലാസ് ടീച്ചർ അടുത്ത് ചോദിക്കാ. ദ്യുതി ഇവിടുന്ന് കാണുന്ന ആളേ അല്ല, സ്കൂളിൽ സ്മാർട്ടാണ്. ഇപ്പൊ ഞങ്ങള് വന്നേ പിന്നെ നന്നായിട്ട് ഞങ്ങളായിട്ട് കളിയായിരുന്നു. കാണുന്ന ആളേ അല്ല. അവിടെ അവിടെ അമ്മ ആയെന്നല്ല, അവിടെ വ്യഞ്ജനാക്ഷരങ്ങളും ഒക്കെ പറയും. ആണോ? പറയും, അങ്ങനെയല്ല. അടുത്ത ടീച്ചർ? എന്റെ പേര് രചന, ഞാൻ 1ാം ക്ലാസ്സിലെ ടീച്ചറായിരുന്നു. ഓക്കെ ഓക്കെ. എന്റെ പേര് സുചിത്ര, ഞാൻ പ്രീ പ്രൈമറി ടീച്ചറാണ്. ഓക്കെ. എല്ലാരും വന്നിട്ടുണ്ടല്ലോ. ദ്വിതിക്കുട്ടിയുടെ തുടക്കം തൊട്ടുള്ള ടീച്ചേഴ്സ്. അതെ 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 അതെ. അപ്പൊ ഇങ്ങനെയൊന്നും അല്ലാന്നാണല്ലോ ഞങ്ങള് കേട്ടത്. ഇതുപോലെ മിണ്ടാത്ത കുട്ടി അല്ലാന്നാണല്ലോ ഇവിടെ വന്നപ്പോ തുടങ്ങി. ആ നിത്യ ചേച്ചിനെ കണ്ടോ? ഹായ് അമ്മുക്കുട്ടി. ഹൗ ആർ യു? സുഖം. യു ആർ സുഖം. ഓക്കെ. ഇന്ന് എന്തൊരു സ്പെഷ്യൽ ഡേ ആണല്ലോ. അമ്മുക്കുട്ടിയുടെ ബർത്ത്ഡേ ആണോ? ശരി, അത് കൊള്ളാലോ. അറിഞ്ഞില്ലല്ലോ. അതെ, അത് സർപ്രൈസ് ആയിരുന്നു നമുക്ക്. അച്ഛടാ, ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ദ്വിതിക്കുട്ടി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ദ്വിതിക്കുട്ട. ഹാപ്പി ബർത്ത്ഡേ ദ്വിതിക്കുട്ടി. ഹാപ്പി 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 ബർത്ത്ഡേ. അപ്പൊ ബർത്ത്ഡേ പാട്ട് ഏതാണ്? പൊട്ടു തൊട്ട പൊന്നുമണി. വിദ്യാജി ഹിറ്റ്സ് ആണ് അല്ലേ? ആ, പൊട്ടു തൊട്ട് പൊന്നുമണി. അത് അമ്മുക്കുട്ടിയല്ലേ? അതെ. മുത്തിനൊത്ത മുത്തുമണി, അത് അമ്മുക്കുട്ടിയല്ലേ? ആയിരിക്കും. കണ്ണുവച്ചൻ കണ്ണാടിയെ തൊട്ടൊഴിഞ്ഞു നോക്കാതടി. എന്തിനാ നോക്കുന്നത്? ആർക്കറിയാം? നന്നായിട്ട് പാടുവോ? ഡീറ്റെയിൽസ് പറയാമോ? ഫിലിം ആലീസ് ഇൻ വണ്ടർലാൻഡ്, മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ സാർ,
ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പാടിയത് യേശുദാസ് സാർ. വർഷം 2005. 2010. യെസ്, ഓൾ ദ ബെസ്റ്റ് മോളെ. താങ്ക് യു. ബർത്ത്ഡേ ഗേൾ നന്നായിട്ട് പാടണേ. അതെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. താങ്ക് യു. പൊട്ടു തൊട്ടു പൊന്നുമണി, മുത്തിനൊത്ത മഞ്ഞുമണി, കണ്ണു വെച്ചൻ കണ്ണാടിയെ തൊട്ടുടിഞ്ഞു നോക്കാതടി. പൊട്ടു തൊട്ടു പൊന്നുമണി, മുത്തിനൊത്ത മഞ്ഞുമണി, കണ്ണു വെച്ചൻ കണ്ണാടിയെ തൊട്ടുടിഞ്ഞു നോക്കാതടി. പൊട്ടു തൊട്ടു പൊന്നുമണി. പാട്ടുതൊട്ടിൽ പാട്ടുകെട്ടി ആകാശങ്ങൾ തേടാൻ, പട്ടുറുമാൽ പന്തു കെട്ടാൻ പാപ്പാത്തിയെ കൂട്ടാം. പാട്ടുതൊട്ടിൽ പാട്ടുകെട്ടി ആകാശങ്ങൾ തേടാൻ, പട്ടുറുമാൽ പന്തു കെട്ടാൻ പാപ്പാത്തിയെ കൂട്ടാൻ. പഞ്ചാരക്കുഞ്ചലിൽ പാൽപ്പായസം തരാം, പാവാടക്കുഞ്ഞിനായി പഞ്ചാമൃതം തരാം. തിത്തോം തത്തേ തിത്തേ പാടിവാ. ഓ, തൊട്ടു തൊട്ടു പൊന്നുമണി, മുത്തിനൊത്ത മഞ്ഞുമണി, കണ്ണു വെച്ചൻ കണ്ണാടിയെ തൊട്ടുടിഞ്ഞു നോക്കാതടി. പൊട്ടു തൊട്ടു പൊന്നുമണി. കക്കുറുമ്പി കട്ടുറുമ്പായി കുഞ്ഞാവയെ കാക്കാൻ, കക്കിരിയെ കട്ടെടുക്കാൻ കാക്കാത്തി വന്നാലോ. കക്കുറുമ്പി കട്ടുറുമ്പായി കുഞ്ഞാവയെ കാക്കാൻ, കക്കിരിയെ കട്ടെടുക്കാൻ കാക്കാത്തി വന്നാലോ. മിന്നാരത്തുമ്പികൾ മിണ്ടാത്ത പൂച്ചകൾ, മഞ്ചാടി മൈനതൻ താരാട്ടുപാട്ടിലെ ചെപ്പും മുത്തും പൊന്നും കൊണ്ടുവാ. തൊട്ടു തൊട്ടു പൊന്നുമണി, മുത്തിനൊത്ത മഞ്ഞുമണി, കണ്ണു വെച്ചൻ കണ്ണാടിയെ തൊട്ടുടിഞ്ഞു നോക്കാതടി. പൊട്ടു തൊട്ടു പൊന്നുമണി. വെരി ഗുഡ്, വെരി ഗുഡ്. ജ്യോതിക്കുട്ടി, ബർത്ത്ഡേ ഗേൾ, നന്നായിരുന്നു കേട്ടോ, നന്നായിട്ട് പാടി. ഇത്ര കുഞ്ഞു പ്രായത്തില് കുറച്ചെടുത്ത പൊങ്ങാത്ത പാട്ടാണ് സത്യത്തിൽ. കാരണം ചെറിയ ചെറിയ സംഗതികൾ ഒക്കെ അവിടെ ഉണ്ട്. പക്ഷെ എന്നാലും പല ഭാഗങ്ങളും ദ്യുതിക്കുട്ടി നന്നായിട്ട് പാടി. യെസ്, ഫസ്റ്റ് പല്ലവിയില് ഇവിടെ കണ്ണാടിയെ, അത് ഫസ്റ്റ് പല്ലവിയിൽ മാത്രം കുറച്ചൊന്ന് സ്ലിപ്പായി. പിന്നെ പല സ്ഥലങ്ങളിലും അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതെങ്ങനെയാ അത്? പൊട്ടു തൊട്ടു പൊന്നുമണി, മുത്തിനൊത്ത മഞ്ഞുമണി, കണ്ണു വെച്ചൻ കണ്ണാടിയെ. ആ യെസ്, ഇത് തന്നെ. അത് ഇപ്പോൾ കറക്റ്റായിട്ട് വന്നു. ഫസ്റ്റ് പല്ലവിയിൽ മാത്രമാണ് അതൊരു പ്രശ്നം തോന്നിയത്. പിന്നെ രണ്ട് അനുപല്ലവിയുടെയും ചരണത്തിന്റെയും
സെക്കൻഡ് ഹാഫ് അത് നന്നായിരുന്നു കേട്ടോ. ആ പഞ്ചാരക്കുഞ്ചലിൽ പാൽപ്പായസം തരാം. പാവാടക്കുഞ്ഞിനായി പഞ്ചാമൃതം തരാം. തിത്തോം തത്തേ തിത്തേ പാടിവാ. പിന്നെ എനിക്ക് പ്രശ്നം തോന്നിയത് ആട്ടുതൊട്ടിൽ പാട്ടുകെട്ടി ആകാശങ്ങൾ പാടി. ആട്ടുതൊട്ടിൽ പാട്ടുകെട്ടി ആകാശങ്ങൾ തേടാം തേടാം. തേടാം. അതെ ആ സ്പീഡിൽ വരണം. അത് കിട്ടിയിട്ടില്ല ആ സമയത്ത്, ടേക്കിന്റെ സമയത്ത്. ഇപ്പൊ പാടിപ്പിക്കുമ്പോ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചരണത്തിന്റെ ആ ഭാഗം കാക്കാം, കുഞ്ഞാറ്റയെ കാക്കാം. പിന്നെ കാക്കാത്തി വന്നാലോ, അതെങ്ങനെയാ? കക്കുറുമ്പി കട്ടുറുമ്പായി കുഞ്ഞാവയെ കാക്കാം കാക്കാം കാക്കാം. കക്കിരിയെ കട്ടെടുക്കാൻ. കാക്കാത്തി വന്നാലോ. ആ വന്നാലോയും ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാ ഭാഗങ്ങളും സൂപ്പറോ സൂപ്പർ. ബർത്ത്ഡേ ഗേൾ ബാക്കിയെല്ലാം കലക്കി മിടിക്കുകയാണ്. ഓക്കെ, അങ്കിളുടെ പൊന്നുമണി ആരാ? ഞാനായി ആണ്. അങ്കിളുടെ മുത്തുമണി ആരാ? ഞാൻ ആ കുഞ്ഞുമണി ആരാ? ഞാൻ മഞ്ഞുമണി ആരാ? ഞാൻ കുട്ടിക്കുറുമ്പി ആരാ? ഞാൻ ആ എല്ലാം ഞാൻ. ആ നമ്മൾ അമ്മുക്കുട്ടിയെ കാണുമ്പോഴേ നമുക്ക് തോന്നും ശ്രദ്ധ ഇല്ല, പക്ഷെ അങ്ങനെയല്ല, എല്ലാം ശ്രദ്ധിക്കുക, എല്ലാം ശ്രദ്ധിക്കും. അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഉണ്ട് കേട്ടോ. ഓരോ സമയങ്ങളിലും ഒരുപാട് ഒബ്സർവേഷൻ ഉണ്ട്. ഒബ്സർവേഷൻ ഉള്ളതുകൊണ്ടാണ് ആ സംഗതി അങ്ങനെ പാടാം. അതെ അതെ അതെ, കറക്റ്റ്. ആ ഒബ്സർവേഷൻ ഈ കുഞ്ഞിൽ ഒരുപാടുണ്ട്. പിന്നെ ഇവിടെ ചില ഒബ്സർവേഴ്സ് അവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അച്ഛനാണ് ചില ബോഡി ലാംഗ്വേജിലൂടെ അവിടെ അറിയിക്കുന്നത്. ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരേ കമ്മ്യൂണിക്കേഷൻ ആണേ. അപ്പൊ അച്ഛൻ പറയുന്നു ഇങ്ങനെ കാണിക്കും, അപ്പൊ അമ്മുക്കുട്ടി അങ്ങനെ. പക്ഷെ അമ്മുക്കുട്ടി നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ്. എന്തൊക്കെയാണ് ഈ അച്ഛൻ പറയുന്നത് പാടിക്കൊണ്ടിരിക്കുമ്പോ? അവള് ചുമ്മാ തല്ലാട്ടെ ഒരു ഐഡിയ. അച്ഛനോട് ചോദിക്കട്ടെ, അച്ഛൻ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? അതൊന്നും അറിയാനുള്ള ആകാംക്ഷ. പാട്ടിലൊരു കൊഞ്ചൽ വേണമെന്ന് ഞാൻ പറയായിരുന്നു. ഓക്കെ, അതാണ് പറഞ്ഞത്. കൊഞ്ചൽ കിട്ടി. എങ്ങനെയാ കാണിച്ചത് പറഞ്ഞേ? എങ്ങനെ എനിക്ക് കാണിക്കാൻ പറ്റില്ല. അല്ല, എങ്ങനെയാണത് ആംഗ്യത്തിലൂടെ കാണിച്ചു കൊടുത്തെന്ന് ചോദിച്ചത്. യെസ്, കൊഞ്ചൽ എങ്ങനെ? അങ്ങനെ അമ്മുക്കുട്ടിക്കാണെങ്കിൽ ഒരു നാച്ചുറൽ കൊഞ്ചലുണ്ട് അല്ലേ? അത് പാടുമ്പോഴത്തേക്ക് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്കിളിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചില ഭാഗങ്ങള് പാൽപ്പായസം തരാന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നോട്ട് ചേഞ്ച് ഉണ്ടേ. അതുപോലെ തന്നെ പഞ്ചാമൃതം തരാൻ, അത് പാൽപ്പായസം പോലെ പാടി കേട്ടോ. അതെ, ഒന്ന് പാടി കേൾപ്പിക്കാമോ? പഞ്ചാരക്കൊഞ്ചലിൻ പഞ്ചാരക്കൊഞ്ചലിൽ പാൽപ്പായസം തരാം. പാവാട കുഞ്ഞിനായി പാവാടക്കുഞ്ഞിനായി പഞ്ചാമൃതം തരാം. തിത്തോം തത്തേ തിത്തേ പാടിവാ. അതാണ് മധുമക്കൾ പറഞ്ഞ സെക്കൻഡ് ഹാഫ്. ഈ വയസ്സിനും ഇത്രയും കുറച്ച് അധികം ടഫാണ് ഈ പാട്ട്. നമുക്ക് കേൾക്കുമ്പോൾ എന്ത് രസമാണല്ലേ. കുറച്ച് മെച്യൂരിറ്റി ഉള്ള ആൾക്കാർക്ക് ഇത് പാടാൻ പറ്റുള്ളൂ. അവർക്ക് പോലും ചിലപ്പോൾ പാടാൻ പറ്റൂല. യെസ്, ഇപ്പൊ നേരത്തെ മധു പാടിയ ആ സംഗതിയൊക്കെ വീണു പോകും. അതെ അതെ അതെ, സ്ലിപ്പ് ചെയ്യും. വളരെ ഈസിയാണ് സ്ലിപ്പ് ചെയ്യാനായിട്ട്. അത്തരത്തില് നമ്മുടെ മകൾക്ക് ആ അറ്റൻഷൻ ഉണ്ട്, ഒബ്സർവേഷൻ ഉണ്ട്. മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരുപാട് വലിയ വലിയ വഴികളുണ്ട് നമ്മുടെ കുഞ്ഞിന്. നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ, കട്ടക്കുണ്ടേ. യെസ്, ഓക്കെ. നിത്യ ചേച്ചി, ദ്യുതിക്കുട്ടി, നമ്മുടെ പൊന്നുമണി, നമ്മുടെ ബർത്ത്ഡേ ഗേൾ, ടോപ്പ് സിംഗറിന്റെ വൈദ്യുതി. ഓ ഓ ഇന്ന് ആയല്ലേ? ഓക്കെ, മോള് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പാടി കേട്ടോ. മോളുടെ പ്രായത്തിന് മോള് സൂപ്പറായിട്ട് പാടി. ആൻഡ് ചില ഭാഗങ്ങളൊക്കെ അതിമനോഹരമായിരുന്നു. ബർത്ത്ഡേ ഗേൾ തകർക്ക, അടിപൊളി. ടീച്ചേഴ്സിന് എന്ത് പറയുന്നു മോളുടെ ഇന്നത്തെ പാട്ട് കേട്ടിട്ട്? ടീച്ചേഴ്സ് എന്ത് പറയുന്നു? ഇഷ്ടപ്പെട്ടോ? നന്നായി ഇഷ്ടപ്പെട്ടു. നന്നായി ഇഷ്ടപ്പെട്ടു, അടിപൊളി. സംഘമിത്രക്കോ? സംഘമിത്ര പറയൂ. ഇഷ്ടായോ? സാറിന് വളരെ ഗംഭീരായി. വളരെ ഗംഭീരായി. ദ്യുതിക്കുട്ടി എന്താ വേണം? ടീച്ചേഴ്സിന് എല്ലാവർക്കും ഇഷ്ടായി.
ഓക്കെ, അപ്പൊ തുടർന്ന് ഇങ്ങനെ പഠിക്കുക, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക, ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടാട്ടോ. നമ്മളെല്ലാരും സന്തോഷിപ്പിക്കുക. നമ്മുടെ ദിത്തിക്കുട്ടിയാണ് അല്ലേ? അല്ലേ? പറഞ്ഞേ. Yes. അപ്പൊ വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അപ്പോ അമ്മുക്കുട്ടിക്ക് ഇന്ന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 97 on 100. ഹാപ്പിയാണോ അമ്മുക്കുട്ടി? പക്ഷെ കുറച്ചുകൂടെ ഹാപ്പി ആവുന്നൊരു കാര്യമുണ്ട്. ഇന്ന് ബർത്ത്ഡേ ഒക്കെ ആയിട്ട് ടീച്ചേഴ്സ് അങ്ങനെ വെറുതെ അല്ല വന്നിരിക്കുന്നത്, ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. വാങ്ങാം, നമുക്ക് എല്ലാ ടീച്ചർമാരെയും വിളിക്കാം. ആന്നോ ഒന്ന് വായോന്ന് പറ. വാ. ഓ എന്റെ പൊന്നോ, ഒരു ഭീഷണി. വാ. ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ നമുക്ക്? ഇതെന്താ ഇത്ര വലിയൊരു ഗിഫ്റ്റ്? ദിദിക്കുട്ടി തുറന്നോ. അയ്യോടാ, ദിദിക്കുട്ടിയുടെ ഫോട്ടോ. കൊള്ളാലോ. അയ്യടാ, ആരാ വരച്ചേ? ഇത് ഞങ്ങളുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ രക്ഷിതാവാണ്. ദിദിയുടെ ചിത്രകലാധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹം. എന്താ അദ്ദേഹത്തിന്റെ പേര്? രതീഷ് സൂര്യ. രതീഷ് സൂര്യ. ഭയങ്കര രസമുണ്ട് കേട്ടോ. വെരി ബ്യൂട്ടിഫുൾ. കറക്റ്റ്. നല്ല ജീവൻ തുടിക്കുന്ന പത്രം. അവിടെയും കുറെ ഗിഫ്റ്റ്. അവിടെ ക്ലാസ്സിലെ കുട്ടികൾ നിറച്ചും കൊടുത്ത ഗിഫ്റ്റ്. ഓ എനിക്ക് വയ്യ, നിറച്ചു. ക്ലാസ്സിലെ കുട്ടികൾ കൊടുത്തു വിട്ടതാ. അതെ, അതെ. ഇവിടെ വരുന്നത് അറിഞ്ഞപ്പോ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ദ്വിതിക്കുട്ടി ഹാപ്പിയാണോ? ഹാപ്പിയാ? ഇഷ്ടപ്പെട്ടോ എല്ലാ സമ്മാനവും? പടം ഇഷ്ടപ്പെട്ടോ? അതെ അതെ. ആ ഓക്കെ. ഈ കൂട്ടുകാർ കൊടുത്ത കാർഡോ ഇത് അടുത്ത ദിവസം പറയണേ ഇതിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന്. ആ ശരി. അപ്പൊ അമ്മുക്കുട്ടിയുടെ എല്ലാ ടീച്ചേഴ്സിനും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. നമ്മുടെ കുഞ്ഞിന് നമ്മുടെ എല്ലാ സപ്പോർട്ടും എല്ലാ സമയത്തുണ്ട്. അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യാം, നമ്മൾ സപ്പോർട്ട് ചെയ്യാം. എല്ലാ സപ്പോർട്ടും കൂടെ മോളെ റൈറ്റ് പാത്തിൽ തന്നെ നോക്കുന്നുണ്ടാവും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ദ്വിതിക്കുട്ടി ബർത്ത്ഡേക്ക് നമുക്ക് ഗിഫ്റ്റ് തരാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. ചെലവ് ചെയ്യണ്ടേ ബർത്ത്ഡേക്ക്? എന്റെ ചിത്തിര താമരത്തുമ്പി നിന്റെ കുട്ടിക്കുറുമ്പെനിക്കിഷ്ടം. ഈലക്കോട്ടിലേ കളിക്കൊഞ്ചലേ നിന്നെ പൊട്ടുകുത്തിക്കാൻ മൈന കണ്ണുവാലിട്ടെഴുതാൻ തത്ത വീരും നീകുവാൻ പിറന്നാൾ കിളി. എന്റെ ചിത്തിര താമരത്തും ഹാപ്പി ബർത്ത്ഡേ. ഗോഡ് ബ്ലെസ് യു.